ഹലോ തോന്നില്ല എന്തൊക്കെ പഠിച്ചതല്ലേ? ഞാൻ കളങ്കാവിന്റെ വിശേഷമായിട്ട് വന്നിട്ടോ. ഒരുപാട് കളങ്കാവിന്റെ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ അതായത് മമ്മൂക്കയുടെ ഇന്നലെ വന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. മക്കളെ, രോമാഞ്ചം തരുന്ന സംഭവമാണ്. ഈ സിനിമക്ക് പ്രൊമോഷൻ ഇല്ല എന്ന് പറഞ്ഞെടുത്ത് രണ്ട് ഇന്റർവ്യൂ കൊണ്ട് ഈ പടത്തിന്റെ ഹൈപ്പ് വേറെ ലെവലിൽ എത്തിച്ചിരുന്നു. ഫസ്റ്റ് വണ് നമ്മുടെ ജുവൽ മേരി നമ്മുടെ വിനായകനായിട്ട് ചെയ്തൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ പുള്ളിക്ക് എന്താ പറയാ, എങ്ങനെ നടക്കുന്ന പുള്ളിയാന്ന് നമുക്കറിയാം. പുള്ളി ആകെ ഇങ്ങനെ ഒരു കൊലത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു റിയൽ ലൈഫിൽ. പക്ഷെ സിനിമയിൽ അദ്ദേഹം പറഞ്ഞ വെച്ചാൽ ഇതിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ട് അഭിനയിപ്പിച്ചു. അതായത് എൻ്റെ ആ ഒരു അടിത്തിമിർത്തുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് ഈ സിനിമക്ക് വേണ്ട രീതിയിൽ എന്നെ ഉപയോഗിച്ചിരുന്നു. അതോടെ തന്നെ ഏകദേശം സിനിമയുടെ ഹൈപ്പ് ഒന്നാണ് കയറി. അതിനുശേഷം അത് ഇന്റർവ്യൂവിന് ലാസ്റ്റ് മമ്മൂക്കയുടെ ഇന്റർവ്യൂ ഉണ്ടെന്ന് കാണിച്ചിരുന്നു. അതന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്താകും നമുക്ക്. കാരണം നമുക്കറിയാലോ, ഒരുപാടായിപ്പോ മമ്മൂക്കയുടെ ഇന്റർവ്യൂസ് വന്നിട്ട്. മമ്മൂക്കയുടെ ഈ സിനിമക്ക് വേറെ ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ വന്നില്ല. ഇതിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഒരു ഇന്റർവ്യൂ മാത്രം വന്നിട്ടുള്ളൂ. അതായത് മമ്മൂക്കായിട്ടുള്ള ഇന്റർവ്യൂ ഇല്ല. ആകെ മമ്മൂക്കയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ മമ്മൂട്ടി കമ്പനി എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഈ ഒരൊറ്റ ഇന്റർവ്യൂ ഉള്ളൂ. ഇനി ഇന്റർവ്യൂ ഉണ്ടാവുമെന്ന് നമുക്ക് കറക്റ്റ് കൺഫേം അല്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം, അധികം അറിയില്ല. കാരണം ഇനിയും ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പടച്ചോൻ എന്താ പറയാ, പൊളിച്ചടിക്കുക. അദ്ദേഹത്തിന് വേറെ എന്താ പറയാ, 500 കോടി ക്ലബിലുള്ള പടത്തിനോടല്ല അദ്ദേഹത്തിന് നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാകും എന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടാകും. മാത്രമല്ല, അതിന്റെ കേരളത്തിലെ ബുക്കിംഗ് ഇന്ന് രാവിലെ 11 മണിക്കാണ് അതിന്റെ ബുക്കിംഗ്. അതുപോലെ UAE തുടങ്ങിയിരിക്കണ്. പിന്നെ മാത്രമല്ല, അതിന്റെ ഒരു പ്രീ റിലീസ് നമ്മുടെ ഡിസംബർ 4 ഫാൻസിയൊക്കെ മാക്സിമം കാണാൻ നോക്കാം. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിലോട്ട് ഞാൻ വരാം. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇവിടെ തൊടാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപാട്, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലർ ആകും. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ പറയാൻ മടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇതിൽ മമ്മൂക്ക നിങ്ങൾ വില്ലനാണോ നായകനാണോ? മമ്മൂക്ക പറഞ്ഞു, ഇതിൽ ഞാൻ നായകനുമല്ല, ഞാൻ വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനല്ല. എന്താ നല്ലവനാണോ എന്ന് ചോദിച്ചാൽ നല്ലവനുമല്ല. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകണത്, അദ്ദേഹം പക്കാ വില്ലൻ തന്നെയാണ്. പിന്നെ വേറൊന്ന് ചോദിച്ചത് എന്താണ്, ഈ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകനെ എങ്ങനെയെല്ലാം തൃപ്തിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം പറഞ്ഞത്, ഈ സിനിമ എന്താ പറയാ, നിങ്ങൾ പ്രതീക്ഷിച്ച അത്ര എത്തുമോ എന്ന് എനിക്ക് ഉറപ്പ് പറയാനില്ല. കാരണം അത് പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. പക്ഷെ ഈ സിനിമ നിങ്ങളെ നിരാശരാക്കില്ല എന്നുള്ളത് സംശയം വേണ്ട. മാത്രമല്ല, ഇത് നിങ്ങളെ ഒരുപാട് തലത്തിലേക്ക് കൊണ്ടുപോകും. ഈ സിനിമയുടെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും ഇതിൻ്റെ മ്യൂസിക്കും ചിലപ്പോൾ നിങ്ങളെ പേടിപ്പിച്ചേക്കാം എന്ന് മമ്മൂക്ക പറയുന്നുണ്ട്. നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ചേക്കാം. മാത്രമല്ല, ഇതിന് സിനിമാറ്റിക് ആയിട്ട് വേണ്ട എല്ലാം ഇതിലുണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിച്ച ത്രില്ലിങ്ങും മാസും സസ്പെൻസും ട്വിസ്റ്റും എല്ലാം ഈ ചിത്രത്തിലുണ്ട്. സോങ്ങും പാട്ടും എല്ലാം ഒത്തിണങ്ങിയ ഒരു മമ്മൂക്ക പടം തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് അവര് പറഞ്ഞു തരണില്ല. അവര് പലതും ഒളിച്ച് വെക്കുകയാണ്. പിന്നെ മാത്രമല്ല, ഇതിൽ മമ്മൂക്കയോട് ചോദിക്കുക എത്ര നായകന്മാരുണ്ടെന്ന്. ഏകദേശം 21 നായകന്മാരുള്ള ഒരു മലയാള സിനിമ അത് ആദ്യമായിട്ടാവും. അത് കളങ്കാവലാണ്. അത് നമുക്ക് വഴിയെ അറിയാം. കാരണം എന്താ വെച്ചാൽ അത് കുറെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ സിനിമ നമ്മളെ ഒരിക്കലും നിരാശരാക്കില്ല എന്നുള്ളതിൽ സംശയമുണ്ട്. കാരണം മമ്മൂക്ക ഞെട്ടിക്കും, അതുപോലെ തന്നെ സിനിമ നമ്മളെ ഞെട്ടിക്കും. അതിലൊരു സംശയം വേണ്ട, കത്തിക്കും. എന്തായാലും ഡിസംബർ 5 ബോക്സ് ഓഫീസിന് എന്തായാലും പുള്ളി തീയിടും. അതിലൊരു സംശയം വേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളി, കമൻറ്റ് ചെയ്തോളി. നിങ്ങളുടെ അഭിപ്രായം കൂടി എഴുതിക്കോട്ടോ.